ഹായ് ഓൾ. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പോസ്റ്റ് നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ട് കേൾക്കാൻ പോകുന്ന ഒരു പോസ്റ്റാണ്. അത് നമ്മുടെ റെയിൽവേയിൽ പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു പോസ്റ്റാണ്. സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്നൊരു പോസ്റ്റ്. അപ്പോൾ ഇത് സാധാരണ നമുക്ക് റെയിൽവേയിലുള്ള പോസ്റ്റ് തന്നെയാണ്. പക്ഷെ അതിനുള്ള ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിൽ നമുക്കിപ്പോ ഈ വർഷം നമുക്ക് വിളിച്ചിട്ടുണ്ട്, സെക്ഷൻ കൺട്രോളർ പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്. അത് സെൻ 04/2025 എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ ആണ് നമുക്ക് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സെക്ഷൻ കൺട്രോളർ? എല്ലാവർക്കും ഡൗട്ട് ഉണ്ട് അല്ലെ? കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കൊരു നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു, റെയിൽവേ ഭാഗത്ത് നിന്നൊരു നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ മാസം 14-ാം തീയതി നമുക്ക് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ, സെപ്റ്റംബർ 14-ാം തീയതി ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വരുമെന്നും 15-ാം തീയതി നമ്മുടെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞൊരു നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെക്ഷൻ കൺട്രോളറിന്റെ നോട്ടിഫിക്കേഷൻ ആണ് അത്. എന്താണ് ഈ പറയുന്ന, ഇത്രയാണ് നമ്മുടെ ഈ പറയുന്ന പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന RRBs. അപ്പോൾ അതിൽ നോക്കുമ്പോൾ നമുക്ക് RRB തിരുവനന്തപുരവും വരുന്നുണ്ട്, അതായത് TVM RRB നമുക്ക് വരുന്നുണ്ട്, അതുപോലെ ചെന്നൈ വരുന്നുണ്ട്, നമുക്ക് ഏറ്റവും അടുത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ബംഗളൂരു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും അടുത്ത് അല്ലെങ്കിൽ സദേൺ റെയിൽവേയിൽ നമുക്ക് ഈ പറയുന്ന സെക്ഷൻ കൺട്രോളറിന്റെ പോസ്റ്റ് വരുന്നുണ്ട്. അത് ഏകദേശം 368 വേക്കൻസിയിലാണ് വിളിക്കുന്നത്. അപ്പൊ ഇത് അതായത് ഇപ്പൊ നമുക്ക് എപ്പോഴും അറിയാം, നമ്മുടെ റെയിൽവേ എന്ന് പറയുന്നത് ഒന്നുകിൽ ലെവൽ 1 പോസ്റ്റ് ആയ RRB ഗ്രൂപ്പ് D വിളിക്കും, അതും അല്ലെങ്കിൽ നമുക്ക് RRB NTPC ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളാണ് വിളിക്കുന്നത്. അതില് നമുക്ക് ഗ്രാജുവേറ്റ് ലെവൽ വരുമ്പോൾ ലെവൽ 6ഉം ലെവൽ 5ഉം വരുന്നുണ്ട്. അതിലൊരു പോസ്റ്റ് തന്നെയാണ് ലെവൽ 6. പക്ഷേ ഇത് പ്രത്യേകിച്ചാണ് വിളിക്കുന്നത്. ഇത് RRB NTPCക്ക് അകത്തല്ല വിളിക്കുന്നത്, ഇത് സെപ്പറേറ്റ് ആയിട്ടാണ് വിളിക്കുന്നത്. ലെവൽ 6 പോസ്റ്റ് ആണ്. അപ്പോ എന്താണ് നമ്മുടെ ആ ഒരു ലെവൽ 6ൽ വരുന്നത്? ആ സെയിം എന്താണ് ഒരു ഇത് തന്നെയാണ് ഈ പറയുന്ന സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ്. അപ്പൊ ഇതില് നമുക്ക് എന്താണോ ലെവൽ 6ന് വരുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ്, എത്രയാണോ ഇനിഷ്യൽ സാലറി, അതൊക്കെ തന്നെയാണ് സെക്ഷൻ കൺട്രോളറിനകത്തും വരുന്നത്. അപ്പൊ ഇതിനകത്ത് അവർ പറയുന്നത് 7th പേ കമ്മീഷൻ പ്രകാരം അത് ലെവൽ 6 വരുന്ന ഒരു പോസ്റ്റ് ആണ്. കൂടാതെ ഇനിഷ്യൽ പേ എന്ന് പറയുന്നത് 35,400 തന്നെയാണ്. ഇതാണ് നമുക്ക് പറയുന്ന സ്റ്റേഷൻ മാസ്റ്ററിനായിരുന്നാലും CCCTS അതായത് ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസറിനായിരുന്നാലും വരുന്ന ഇനിഷ്യൽ പേ. ഇനി മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുമ്പോഴോ A2 തന്നെയാണ്. അപ്പോൾ A2 വരുന്നത് ഏതാണ്? നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ, ഗുഡ്സ് ട്രെയിൻ മാനേജർ, അതൊക്കെയാണ് നമുക്ക് A2 മെഡിക്കൽ സ്റ്റാൻഡേർഡിന് അണ്ടറിൽ വരുന്നത് അല്ലെ? അതായത് പെർഫെക്റ്റ് വിഷൻ ആയിരിക്കണം എന്നുള്ള കാര്യം നിർബന്ധമാണ്. പിന്നെ ഏജ് എന്ന് പറയുന്നത് 20 വയസ്സ് തൊട്ട് 33 വയസ്സ് വരെയാണ് നമുക്ക് ഏജ് വന്നിട്ടുള്ളത്. ഇതാണ് നമുക്ക് ഇത്രയും പറഞ്ഞിട്ടാണ് നമുക്കൊരു നോട്ടീസ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് പറയുന്നത് വെച്ചാല് നമ്മുടെ പ്രൈമറി ഡീറ്റെയിൽസ് ആധാർ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാനെന്നും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പിന്നെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും RRBs ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഈ ഒരു കുഞ്ഞു നോട്ടീസാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ സെപ്റ്റംബർ 14-ാം തീയതി റിലീസ് ആവുമ്പോഴേ നമുക്ക് ബാക്കി എന്തെങ്കിലും ഫർദർ കാര്യങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ലെവൽ 6 പ്രകാരം ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇതിന്റെ ഈ ഒരു എന്താണ് സെക്ഷൻ കൺട്രോൾ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സെക്ഷൻ കൺട്രോളറിന്റെ ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ആപ്ലിക്കേഷൻ വരുന്നത് നോട്ടിഫിക്കേഷൻ വരുന്നത് സെപ്റ്റംബർ 14-നും ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് സെപ്റ്റംബർ 15-നാണ്. എൻഡ് ഡേറ്റ് വരുന്നത് ഒക്ടോബർ 14-നാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഏജ് ലിമിറ്റ് 20 വയസ്സ് തൊട്ട് 33 വയസ്സ് വരെ ഉള്ളവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. അതുകൂടാതെ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC/STക്ക് ആണെങ്കിൽ 5 വർഷം, OBCക്ക് ആണെങ്കിൽ 3 വർഷം, അങ്ങനെയുള്ള ഏജ് റിലാക്സേഷനും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ എനി ഗ്രാജുവേറ്റ് ആണ്, അതായത് ഗ്രാജുവേഷൻ ലെവൽ പോസ്റ്റ് ആണ് സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ വേക്കൻസി ആണ് 368 വേക്കൻസി ആണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ വളരെ കുറഞ്ഞ വേക്കൻസിയാണ്. ഇപ്പൊ RRB NTPC വിളിക്കുന്നത് ആ ഒരു ഒറ്റ ഇതിൽ ഗ്രാജുവേറ്റ്, അണ്ടർ ഗ്രാജുവേറ്റ്, ലെവൽ 2, ലെവൽ 3, ലെവൽ 5, ലെവൽ 6ലാണ്. ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു വേക്കൻസിയാണ് നമ്മൾ അവിടെ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ വലിയ ഹ്യൂജ് വേക്കൻസി. അപ്പൊ ഓരോന്നായിട്ട് എടുക്കുമ്പോഴും നമുക്ക് ഈ പറയുന്ന വേക്കൻസി തന്നെയായിരിക്കും ചില പോസ്റ്റുകളിലൊക്കെ വരിക. അങ്ങനെ ഇത് സെപ്പറേറ്റ് ആയിട്ട് എടുത്തപ്പോൾ 368 വേക്കൻസി എന്നുള്ളതാണ്. 368 വേക്കൻസി എന്ന് പറയുമ്പോൾ സെക്ഷൻ കൺട്രോളർ എന്ന് പറയുമ്പോൾ നമുക്ക് ചില സ്റ്റേഷനുകളിൽ എന്താണ് പോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പം സബ്സ്റ്റേഷൻ, ഇപ്പം മെയിൻ സ്റ്റേഷൻസിലൊക്കെ നമുക്ക് വരാറുണ്ട്. പിന്നെ നമ്മുടെ സബ്സ്റ്റേഷനിലൊക്കെ ചിലപ്പോൾ വരുന്നൊരു പോസ്റ്റിംഗ് ആണ്. മെയിൻ സ്റ്റേഷനിലാണ് കൂടുതൽ വരിക. അതായത് നമുക്ക് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും മെയിൻ ആയിട്ട്
വരുന്നത്. അതായത് ഒരുപാട് ട്രാഫിക് ഒക്കെ ഉള്ള, ട്രാഫിക് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ട്രെയിൻസിന്റെ ഇൻ ആൻഡ് ഔട്ട് ഒക്കെ ഉള്ള സ്റ്റേഷനുകളിലാണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന പോസ്റ്റ് നമുക്ക് ഇത് വരിക. അപ്പോൾ ഇത് ഏറ്റവും ഹയർ മോസ്റ്റ് പോസ്റ്റും കൂടിയാണ്. നമുക്ക് CCCTS എങ്ങനെയാണോ അല്ലെങ്കിൽ സ്റ്റേഷൻ മാസ്റ്റർ എങ്ങനെയാണോ അതിനൊപ്പം നിൽക്കുന്ന പോസ്റ്റ് തന്നെയാണ് ഈ പറഞ്ഞ സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്നത് കേട്ടോ. ഇതിന്റെ ഫർദർ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് വന്നിട്ടില്ല. അത് വരുമ്പോൾ മാത്രമേ നമുക്ക് ക്ലിയർ ആയിട്ട് അത് എന്താണ് കൺവേ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് അറിഞ്ഞിരിക്കുക. മെഡിക്കൽ സ്റ്റാൻഡേർഡ് A2 ആണ്. ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് A2 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ്. അതായത് നമുക്ക് 6x6 വരുന്ന വിത്തൗട്ട് ഗ്ലാസസ് വരുന്ന പെർഫെക്റ്റ് വിഷൻ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെഡിക്കൽ സ്റ്റാൻഡേർഡിൽ ഇപ്പോഴും ഒത്തിരി ഡൗട്ട്സ് വരുന്ന കുട്ടികളുണ്ട്. നിങ്ങൾ എപ്പോഴും റെയിൽവേയുടേത്, പ്രത്യേകിച്ച് റെയിൽവേയുടേത്, കാരണം റെയിൽവേയുടെ മെഡിക്കൽ എന്ന് പറയുന്നത് ഭയങ്കര ക്ലിയർ ആയിട്ടാണ് അവർ നോക്കുന്നത്. ഒരു ചെറിയ ഒരു മിസ്റ്റേക്ക് പോലും അവർ നമ്മൾ എന്ത് ചെയ്യും, ഔട്ട് ആക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആ ഒരു സെലക്ഷനിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഏതൊക്കെ സ്റ്റാൻഡേർഡുകളാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ പ്രിഫറൻസ് കൊടുക്കാൻ സാധിക്കുന്നത് അതിന് മാത്രം പ്രിഫറൻസ് കൊടുക്കുക. വെറുതെ നമുക്കൊരു ഡിസ്റ്റന്റ് വിഷൻ ഇല്ല, അതായത് വിത്തൗട്ട് ഗ്ലാസ് നമുക്കില്ല. അതായത് നമ്മുടെ നോർമൽ കണ്ണ് വിഷൻ നമുക്ക് ഇത്ര ഡിസ്റ്റൻസ് നമുക്ക് കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു ഫാർ വിഷൻ നമുക്കല്ല, അല്ലെങ്കിൽ ഡിസ്റ്റന്റ് വിഷൻ നമുക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും സ്റ്റേഷൻ മാസ്റ്ററിനോ ഗുഡ്സ് ട്രെയിൻ മാനേജറിനോ ഈ പറയുന്ന സെക്ഷൻ കൺട്രോളറിലോ നമ്മൾ അപ്ലൈ ചെയ്യരുത്. കാരണം നമ്മളെല്ലാം വളരെ കഷ്ടപ്പെട്ടാണ് പഠിച്ച് പാസ്സാവുന്നത് അല്ലെ. CBT 1 CBT 2 ഒക്കെ വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ പഠിച്ച് പാസ്സാവുന്നത്. CBT 1 പാസ്സായി, CBT 2 പാസ്സായി, പിന്നെ ഇതിന് നെക്സ്റ്റ് നമുക്ക് CBAT ഉണ്ടോ, സ്കിൽ ടെസ്റ്റ് ഉണ്ടോ, അതൊന്നും നമുക്ക് അറിയില്ല. അതൊക്കെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ അറിയാവും. എന്തായാലും നമുക്കൊരു CBT പരീക്ഷ എന്തായാലും കാണും. അത് Tier 1 Tier 2 ഉണ്ടാകുമോ എന്നുള്ളത് നമുക്കറിയില്ല. ഒരു പരീക്ഷയാണോ 2 പരീക്ഷയാണോ അതൊന്നും അറിയില്ല. പക്ഷേ ഈ ഒരു പരീക്ഷയായാലും 2 പരീക്ഷയായാലും സ്കിൽ ടെസ്റ്റ് ആയിരുന്നാലും അല്ലെങ്കിൽ CBAT ആയിരുന്നാലും ഇത്രയും നമ്മൾ വളരെ കഷ്ടപ്പെട്ട് നമ്മൾ പഠിച്ചു നേടുന്നതാണ്. നേരെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് മെഡിക്കലിൽ ചെല്ലുമ്പോഴേക്കായിരിക്കും നമ്മുടെ കണ്ണിന് ചെറിയൊരു മൈനർ പ്രോബ്ലം ഉണ്ട്. നമ്മൾ നേരെ എന്ത് ചെയ്യും, നമ്മൾ ഈ പറയുന്ന നമ്മുടെ പോസ്റ്റിൽ നിന്ന് നമ്മൾ ഔട്ടാക്കും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി ഡൗൺ ആയി പോകും. നമ്മൾ പിന്നെ പഠിക്കാനായിരുന്നാലും ഒക്കെ നമ്മൾ ഒത്തിരി ഡൗൺ ആയി പോകും. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഒരു ഐ ടെസ്റ്റ് ചെയ്യുക. നിങ്ങൾ ഏത് സ്റ്റാൻഡേർഡ് ആണെന്നുള്ളത് പെർഫെക്റ്റ് ആക്കിയതിന് ശേഷം മാത്രം ഒരു പ്രിഫറൻസ് കൊടുക്കുക. ഇതിൽ ഏറ്റവും മെയിൻ ആയിട്ട് വരുന്നത് A1, നമ്മുടെ ലോക്കോ പൈലറ്റിന് വരുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡായ A1, പിന്നെ ഗുഡ്സ് ട്രെയിൻ മാനേജർ, സ്റ്റേഷൻ മാസ്റ്റർ, പിന്നെ നെക്സ്റ്റ് വരുന്ന സെക്ഷൻ കൺട്രോളർ, ട്രെയിൻസ് ക്ലർക്ക്, ഇതൊക്കെയാണ് നമുക്ക് പെർഫെക്റ്റ് വിഷൻ വരുന്ന പോസ്റ്റുകൾ. ഇതൊക്കെ നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ പ്രിഫറൻസ് കൊടുക്കുക. ബാക്കിയുള്ള B2 C2 C1 ഒക്കെ നമുക്ക് കൊടുക്കാവുന്ന പോസ്റ്റുകളാണ്. അപ്പൊ അത് നമുക്ക് കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. അപ്പൊ കന്നഡ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കാഴ്ച കുറവാണെങ്കിൽ ഒന്നും നമുക്ക് പ്രശ്നമില്ല. പക്ഷെ ബാക്കി ഈ പറഞ്ഞ ഇത്രയും പോസ്റ്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന പോസ്റ്റുകളാണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ നിങ്ങളുടെ വിഷൻ നോക്കിയിട്ട് വേണം നിങ്ങളത് അപ്ലൈ ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഇത് ഓർത്ത് വെച്ചേക്കുക. ഇത് A2 മെഡിക്കൽ സ്റ്റാൻഡേർഡിൽ വരുന്നതാണ്. ഇനി നെക്സ്റ്റ് പേ ലെവൽ. ഞാൻ പറഞ്ഞു നമ്മുടെ 7th പേ ലെവൽ അനുസരിച്ച് ഇത് ലെവൽ 6 പോസ്റ്റ് ആണ്. അതുപോലെ സാലറി വരുമ്പോൾ 35,400 ആണ്. നമ്മുടെ സ്റ്റേഷൻ മാസ്റ്ററിനും ഈ പറയുന്ന സാലറി തന്നെയാണ്. വിത്ത് അലവൻസസ് വരുന്നുണ്ട്. അലവൻസസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? DA വരുന്നു. DA ഏകദേശം ഒരു 54% നമുക്ക് DA വരുന്നുണ്ട്. പിന്നെ നമുക്ക് HRA വരുന്നുണ്ട്. നെക്സ്റ്റ് ട്രാവൽ അലവൻസ് ഉണ്ടെങ്കിൽ ട്രാവൽ അലവൻസിന് വരാൻ ചാൻസ് ഇല്ല എന്നാ തോന്നുന്നത്. അപ്പം ട്രാവൽ അലവൻസ് ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ഹോളിഡേ അലവൻസ് വരുന്നുണ്ട്. നൈറ്റ് ഡ്യൂട്ടി വരുന്ന പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു നൈറ്റ് ഡ്യൂട്ടി അലവൻസ് വരുന്നുണ്ട്. പിന്നെ ഓവർ ടൈം ഇരിക്കേണ്ട പോസ്റ്റ് ആണെങ്കിൽ അങ്ങനെ ഓവർ ടൈം അലവൻസ് വരുന്നുണ്ട്. അതുപോലെ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ വരുന്നിട്ട് ഉള്ള അലവൻസ് കാര്യങ്ങളും, അതുപോലെ ഹോസ്പിറ്റൽ കേസ്, അതായത് നമ്മുടെ മെഡിക്കൽ ഫെസിലിറ്റീസും കാര്യങ്ങളും, അങ്ങനെ റെയിൽവേ ക്വാർട്ടേഴ്സ്, അങ്ങനെ വരുന്ന എല്ലാ സംഭവങ്ങളും നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ട്രാവൽ അലവൻസും ഈ പറയുന്ന ബാക്കി ട്രാവൽ അലവൻസിന്റെ കാര്യത്തിൽ മാത്രമേ നമുക്ക് ചെറിയൊരു ഇതുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് ഏകദേശം വരാനുള്ള ചാൻസ് ഉണ്ട്. അലവൻസ് ഒക്കെ നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നല്ലൊരു പാക്കേജ് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് വർക്ക് ചെയ്യാൻ സാധിക്കും. അതായത് ഏകദേശം ഒരു ഇൻഹാൻഡ് സാലറി തന്നെ ഒരു 55+ നമുക്ക് കിട്ടുന്നുള്ള ഒരു പോസ്റ്റാണ് ഈ പറയുന്ന സെക്ഷൻ കൺട്രോളർ. അതായത് നമ്മൾ ആദ്യം തുടങ്ങുമ്പോൾ ഒരു 55 എങ്കിലും നമ്മുടെ ഇൻഹാൻഡിൽ കിട്ടുന്ന രീതിക്കുള്ളത്. അപ്പോൾ അത്രയും നല്ലൊരു പോസ്റ്റ് തന്നെയാണ് സെക്ഷൻ കൺട്രോളർ പോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി സെലക്ഷൻ പ്രോസസ്സ് എന്താണ്? ഇപ്പൊ ജസ്റ്റ് ഞാനൊരു വേഗ് ഐഡിയ തന്നേ ഉള്ളൂ. സെലക്ഷൻ പ്രോസസ്സിൽ CBT എക്സാം ഉണ്ടായിരിക്കും. അത് Tier 1 Tier 2 അങ്ങനെ 2 ചേർത്തിട്ട് CBT ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. എന്തായാലും ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് സ്കിൽ ടെസ്റ്റോ CBATയോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാവാം, അല്ലെങ്കിൽ അത് ഇല്ലാതെയും വരാം. ഇപ്പൊ ഗുഡ്സ് ട്രെയിൻ മാനേജർ ആണെങ്കിൽ ആകെ 2
Tier 1 Tier 2 കഴിഞ്ഞ് നേരെ DV-യിലേക്കാണ് പോകുന്നത്. അവിടെ ടൈപ്പിംഗ് ടെസ്റ്റോ സ്കിൽ ടെസ്റ്റോ അല്ലെങ്കിൽ CBAT ഒന്നും നമുക്ക് വരുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ലെവൽ 6 പോസ്റ്റിൽ വരുന്ന സ്റ്റേഷൻ മാസ്റ്റർ നമുക്ക് CBAT അവിടെ വരുന്നുണ്ട്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വരുന്നുണ്ട്. ഇനി പക്ഷേ ലെവൽ 6 വരുന്ന ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസറിന് ഇതൊന്നും വരുന്നില്ല. ഓക്കെ, അപ്പോ അവിടെ എന്താണ് അങ്ങനെയും വരുന്ന പോസ്റ്റുകളുണ്ട്. അപ്പൊ ഇതിൽ മൂന്നാമത്തെ ലെവൽ വരുന്നത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയില്ല. നമുക്ക് എന്തായാലും അത് ഹോൾഡ് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കിയേക്കാം. ഇനി നെക്സ്റ്റ് വരുന്ന ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എന്തായാലും കാണും. അത് കഴിഞ്ഞാൽ മെഡിക്കൽ എക്സാമിനേഷൻ എന്തായാലും കാണും. ലാസ്റ്റ് മെഡിക്കൽ എക്സാമിനേഷനോട് കൂടി പാസ്സായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പോസ്റ്റിംഗിലേക്ക് പോകുന്നത്. ബാക്കി ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ പിന്നെ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ജോബ് പ്രൊഫൈലാണ്. ജോബ് പ്രൊഫൈല് നോക്കുമ്പോൾ നമുക്ക് ആദ്യം ട്രെയിൻ റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ എക്സിറ്റ് എൻട്രി വരുന്ന രീതിക്കുള്ള ട്രെയിൻ മൂവ്മെന്റ്സിന്റെ കാര്യങ്ങൾ. ഇനി ഓരോ സെക്ഷൻ വൈസിലുള്ള കാര്യങ്ങൾ, സെക്ഷൻ വൈസിൽ വരുന്ന ആ ട്രെയിൻ മൂവ്മെന്റ് ഒരു സെക്ഷനിലേക്ക് കയറുന്ന അല്ലെങ്കിൽ ഒരു സ്റ്റേഷനിൽ വരുന്ന രീതിക്കുള്ള ആ എൻട്രി എക്സിസ്റ്റും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ പറയുന്ന ട്രെയിൻ റെഗുലേഷനകത്ത് വരുന്നത്. അത് കറക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഈ പറയുന്ന സെക്ഷൻ കൺട്രോളർ ഒരു ഓഫീസറിന്റെ ഒരു ജോബ് പ്രൊഫൈലാണ് ട്രെയിൻ റെഗുലേഷൻ വരുമ്പോൾ. നെക്സ്റ്റ് നമുക്ക് കോർഡിനേഷൻ ആണ്. ഇപ്പൊ കോർഡിനേഷൻ പറയുമ്പോൾ നമുക്ക് സ്റ്റേഷൻ മാസ്റ്റർ, അതുപോലെ ട്രെയിനിൽ ഉള്ള ഗുഡ്സ് ട്രെയിൻ മാനേജർ, പിന്നെ സിഗ്നൽ ഓപ്പറേറ്റേഴ്സ്, അതുപോലെ സെക്ഷൻ ഓഫീസേഴ്സ്, ഇവരെല്ലാവരും കൂടെ വരുന്നൊരു ട്രയാങ്കിൾ രീതിയിലുള്ള ഒരു കോർഡിനേഷൻ ആണ്. കാരണം ട്രെയിൻ ഒരിടത്ത് നിന്ന് സിഗ്നൽ കടന്നു എൻറ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്റ്റേഷൻ മാസ്റ്റർ അത് എന്താ കൊടുക്കേണ്ടത്, സിഗ്നൽ കൊടുക്കണം. അതിന് മുന്നേ സെക്ഷൻ ഓഫീസർ സിഗ്നൽ കൊടുക്കണം, അതിന്റെ റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ നടത്തണം. ആ ഒരു കോർഡിനേഷൻ ആണ് അവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ടൈം ടേബിൾ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ റെയിൽവേ ഇപ്പോൾ ലീവിംഗ് ആയിരുന്നാലും എൻട്രി ആയിരുന്നാലും ഒക്കെ ഉള്ള ട്രാക്ക് ചെയ്യുക അല്ലെങ്കിൽ റെക്കോർഡ് കീപ്പ് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു സ്കെഡ്യൂൾസ് ഉണ്ടാക്കിയില്ലേ, ആ ഒരു സ്കെഡ്യൂൾസും കാര്യങ്ങളും, അതായത് ഡിലേസും ഡിസ്റപ്ഷൻസും വരാതിരിക്കാനുള്ള സ്കെഡ്യൂൾസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക എന്നുള്ളതും, അതുപോലെ സേഫ്റ്റി സൂപ്പർവിഷൻ, അതായത് ഒരു ആക്സിഡന്റ് ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് കലാമിറ്റീസ് കാര്യങ്ങളും, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തും ഒക്കെ എങ്ങനെയാണ് ആ ഒരു സേഫ്റ്റി എടുക്കേണ്ടത്, അതായത് പെട്ടെന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന സെക്ഷൻ കൺട്രോളറിന്റെ ഒരു ജോബ് പ്രൊഫൈലിനകത്ത് വരുന്നതാണ്. അത് ഒരു ഡിലേയും കൂടാതെ അല്ലെങ്കിൽ ഒരു ഡിസ്റപ്ഷൻ കൂടാതെ അത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ക്രൈസിസ് ഹാൻഡ്ലിംഗ് ആണ്. ഇപ്പൊ ക്രൈസിസ് ഹാൻഡ്ലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ ആക്സിഡന്റ് വരെ, ഇപ്പൊ എമർജൻസി വരെ, ആക്സിഡന്റ് സംഭവിക്കുക, ആ ഒരു ക്രൈസിസിനെയൊക്കെ നമ്മൾ മാക്സിമം കറക്റ്റ് ആയിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത്, അല്ലെങ്കിൽ ആ നോർമൽ ഓപ്പറേഷനിലേക്ക് നമുക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങളൊക്കെ ാണ് ഈ പറയുന്ന ക്രൈസിസ് ഹാൻഡിലിംഗ് എന്ന് പറയുന്ന ആ ജോബ് പ്രൊഫൈലിനകത്ത് വരുന്നത്. നെക്സ്റ്റ് ഷിഫ്റ്റ് ഡ്യൂട്ടീസ് എന്ന് പറയുമ്പോൾ ഇത് ഭയങ്കര അലേർട്ട് ആയിട്ട് വരുന്ന ജോബാണ്. ആ കോൺസെൻട്രേഷനും അലേർട്ടും ഭയങ്കരമായിട്ട് കൂടുതൽ വേണം എന്നുള്ളതാണ്. അപ്പം ഇപ്പൊ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ആ ഒരു ഷിഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നടത്തുന്ന ആ ഒരു ഷിഫ്റ്റ് ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന സെക്ഷൻ കൺട്രോളർ ആണ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഞാനൊരു വീക്ക് ഐഡിയ പോലെ തന്നതാണ്. ചിലപ്പോൾ ഇതിലും കവിഞ്ഞ് ചിലപ്പോൾ പറയുന്ന ജോബ് പ്രൊഫൈൽ ഉണ്ടായിരിക്കും. മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ്, അപ്പൊ ഇത്രയാണ് നമ്മുടെ സെക്ഷൻ കൺട്രോളർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് എന്തെങ്കിലും അഡീഷണൽ പറയണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം നമുക്കിത് നേരത്തെ വിളിച്ചൊരു പോസ്റ്റ് അല്ല, ആദ്യമായിട്ട് വിളിക്കുന്നതാണ്. ഇപ്പൊ RRB NTPCക്ക് ആണെങ്കിൽ 2019 നമ്മൾ ഈ പറയുന്ന 24 നോട്ടിഫിക്കേഷൻ വച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കൂടുതൽ നമുക്കത് അറിയാൻ സാധിക്കും. പക്ഷെ ഇതിന് നമുക്ക് നോട്ടിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ ഇതിനെ പറ്റി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ RRB NTPCയുടെ എക്സ്പ്രസ് ബാച്ച്, ഒരു കംപ്ലീറ്റ് RRB NTPC പ്രിപ്പറേഷൻ പ്രോഗ്രാം ആണ് ഈ പറയുന്ന എക്സ്പ്രസ് ബാച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് മെയിൻ ആയിട്ട് ഒരു ഗോൾഡ് ബാച്ച് ആണ്. മെയിൻ ആയിട്ടും നമ്മുടെ ഈ പറയുന്ന ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളും, അതുപോലെ എക്സാം ഓറിയന്റഡ് ആയിട്ട് വരുന്ന സ്റ്റഡി മെറ്റീരിയൽസും, അതുപോലെ ബേസിക് തൊട്ട് നമ്മളെ Tier 2 വരെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചേർത്തിട്ട് വരുന്ന ഒരു എക്സ്പ്രസ് ബാച്ച് ആണ്. ഇത് നിങ്ങൾക്ക് ബോത്ത് മലയാളം ആൻഡ് ഇംഗ്ലീഷിൽ നമുക്ക് ക്ലാസ് അവൈലബിൾ ആണ്. ഇത് നിങ്ങൾക്ക് മലയാളത്തിൽ വേണോ,
ക്ലാസ്സസ് ഉണ്ട്. ഇംഗ്ലീഷിൽ വേണോ? ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ RRB NTPCയുടെ ഇംഗ്ലീഷ് ആൻഡ് മലയാളം ക്ലാസ്സസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ബാച്ചിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ നമ്പറിലേക്ക് 8714764666 ഈ നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സിനെ പറ്റിയിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റഡീസിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് എൻക്വയറി കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ഗൂഗിൾ ഫോം അറ്റാച്ച്ഡ് ആണ്, അതിലേക്ക് ചോദിക്കാം, അല്ലെങ്കിൽ കമന്റ് സെക്ഷനിലും ചോദിക്കാം. അപ്പോൾ ഞാൻ വീണ്ടും പറയാണ്, ഇത് നമുക്ക് ഇതുവരെയും വന്നിട്ടില്ലാത്ത ഒരു നോട്ടിഫിക്കേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞതൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞ ഒരു വേഗ് ഐഡിയ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കളക്ട് ചെയ്ത ഒരു ഐഡിയയിൽ നിന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾക്ക് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്ന് കഴിയുമ്പോൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് നമ്മൾ NTPC പഠിക്കുന്ന പോലെ തന്നെ അല്ലെങ്കിൽ NTPCക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു NTPC പഠിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ഇതും പ്രിപ്പറേഷൻസ് കാര്യങ്ങൾ നടത്തുക. അതുപോലെ RRB NTPCയുടെ 2024 പരീക്ഷയാണ് ഇപ്പം നടന്നു കഴിഞ്ഞത്. ഇനി നമുക്ക് വരാൻ പോകുന്നത് 2025 ആണ്. അത് നമുക്കിതാ വരാൻ പോകുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ഇതൊരു ഡൗട്ട് വരുന്ന കാര്യമാണ്. 2024 പരീക്ഷയാണ് ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. അപ്പൊ അതുവരേക്കും താങ്ക് യു, ബൈ.